പശ്ചിമേഷ്യ പണ്ടത്തേക്കാൾ കൂടുതൽ സംഘർഷപൂരിതമായ കാലഘട്ടത്തിൽ കൂടി കടന്നുപോവുകയാണ്. ആദ്യം ഹമാസും ഇസ്രായേലും തമ്മിൽ ആരംഭിച്ച ഏറ്റുമുട്ടൽ, പിന്നീട് യമൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഹൂതി റിബൽസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരുടെ രംഗപ്രവേശത്തോടെ കുറച്ചുകൂടി കളർഫുള്ളായി. ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഈ ചെങ്കടലിൽ കൂടി പോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ കത്തിച്ച് അയക്കാൻ തുടങ്ങി. ആദ്യം ചില കപ്പലുകൾ തട്ടിയെടുത്തു. ആദ്യം പറഞ്ഞത് ഇസ്രായേലിൻ്റെ കൊടി പാറുന്ന കപ്പലുകൾ ഞങ്ങളിതിലെ വിടുകയില്ല എന്നാണ്. പിന്നീട് അവർ നോക്കിയപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ്. ഏതാണ് ഇസ്രായേലിൻ്റെ കൊടി പാറുന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിലെ യഹൂദന്മാരുടെ ഉടമസ്ഥയിലുള്ളത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വഴിയെ പോകുന്ന എല്ലാ കപ്പലുകളും അവരാക്രമിക്കാനും കേടുവരുത്താനും തീ കത്തിക്കാനും ഒക്കെ തുടങ്ങി. അതോടുകൂടി ലോകരാജ്യങ്ങളെല്ലാം സംഘടിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് മുതലായ മൂലധന ശക്തികൾ ഒരു ഭാഗത്ത് സംഘടിക്കുകയും അവർ ഇനിമേൽ ഹൂതികളെ നേരിടും എന്ന് പ്രഖ്യാപിച്ചു. നമ്മുടെ ഇന്ത്യയുടെ കൊടി പാറുന്ന ചില കപ്പലുകൾക്ക് നേരെയും ഇതുപോലെ ആക്രമണമുണ്ടായി. ഈ കപ്പലിന് നേരെ ആക്രമണം നടത്തിയ ആളുകൾ കടലിൻ്റെ അടിയിൽ പോയി ഒളിച്ചാലും പിടികൂടും എന്ന് നമ്മുടെ രാജ്യരക്ഷാമന്ത്രി പ്രഖ്യാപിച്ചു. ഏതായാലും അതവിടെ നടക്കുന്നു. ചെങ്കടൽ സംഘർഷപൂരിതമായിരിക്കുന്നു. അമേരിക്കയുടെ ഹെലികോപ്റ്ററുകൾ ഹൂതികളുടെ ചില ബോട്ടുകൾ ആക്രമിച്ച് മുക്കുകയും അതിൽ യാത്ര ചെയ്യുന്ന പോരാളികളെ പരലോകത്തേക്ക് അയക്കുകയും ചെയ്തു എന്ന വാർത്ത കേട്ടു. അതിനിടയ്ക്കാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ കപ്പൽ എന്ന് പറയാവുന്ന ജെറാഡ് ഫോർഡ്, ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ്, അത് തിരിച്ചുപോയി. അത് അമേരിക്ക തോൽക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ മീഡിയ വൺ ചാനലുകാർ പ്രഖ്യാപിക്കുന്നത് കിട്ടും. അപ്പോൾ ഈ കപ്പൽ തിരിച്ചു പോകുന്നു. പിന്നെ ഇസ്രായേലിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. അതിലുപരി കോടതിയിലുണ്ടായിരുന്ന കേസിൽ നെതന്യാഹുവിൻ്റെ ഭാഗം തോറ്റു. അദ്ദേഹത്തിൻ്റെ ഒരു ഭരണഘടനാ ഭേദഗതി കോടതി റദ്ദാക്കി. ഇങ്ങനെയൊക്കെയുള്ള സന്തോഷ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമുക്കറിയാവുന്ന പോലെ ഈ ഹമാസിൻ്റെ ഉപനേതാവ് എന്ന് പറയുന്ന സാലെ അൽ അറൂറിയെ ഇസ്രായേലിൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത വരും. ഈ വാർത്ത ഏഷ്യാനെറ്റിൽ കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. മനോരമയിൽ നോക്കിയപ്പോൾ അവിടെ അത് തന്നെയാണ് സ്ഥിതി. ഏതായാലും ഈ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് മീഡിയ വൺ ചാനലിനെ വെച്ച് നോക്കണമല്ലോ. ഉടനെ അത് വെച്ച് നോക്കി. അപ്പോൾ എന്താ സ്ഥിതി? വാർത്ത വരുന്നു. ഒരു അവതാരക പറയുന്നു, ഇതാ ഇവരുടെ ഉപനേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു, അൽ അറൂറി. അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് ഇസ്രായേൽ അവകാശപ്പെട്ടില്ല. പക്ഷേ ഇവർ തന്നെ ഹമാസിൻ്റെ വക്താക്കൾ അത് മരണം സ്ഥിരീകരിച്ചു എന്ന വാർത്ത വരുന്നു. ആക്രമണം നടന്നത് ലെബനോണിൻ്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലാണ്, ദക്ഷിണ ബെയ്റൂട്ടിലാണ് ഈ ആക്രമണം നടന്നത്. അദ്ദേഹത്തോടൊപ്പം വേറെ 4 പേരോട് കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത വരുന്നത്. അതിൽ 2 പേര് ഹമാസിൻ്റെ സീനിയർ നേതാക്കന്മാരാണ്. അപ്പോൾ എങ്ങനെ പ്രധാനപ്പെട്ടൊരു നേതാവ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു? ഇതാ നമ്മുടെ പശ്ചിമേഷ്യൻ ലേഖകൻ MCA നാസർ നമ്മളൊപ്പം ചേർന്നു. ലേഖിക ചോദിക്കുന്നു, നാസർ, ഇത് ഈ കൊലപാതകം, ഈ ആക്രമണത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ട സംഭവം, ഇത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയല്ലേ? നാസർ പറഞ്ഞു, അതെ, ഇതോടെ ഇസ്രായേലിൻ്റെ കാര്യം കത്തിക്കൽ കഴിഞ്ഞു. ഇസ്രായേലിന് ഭയങ്കര സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇസ്രായേൽ പരാജയത്തിൻ്റെ മുനമ്പിലാണ്. ഇസ്രായേലിൻ്റെ ഇടപാട് കഴിഞ്ഞു. നെതന്യാഹുവിനെതിരെ ജനരോഷം ശക്തിപ്പെട്ടിരിക്കുന്നു. നമ്മൾ ആകെ പേടിച്ചുപോയി. കാരണം എന്താ വെച്ചാൽ ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നുന്നു ഇസ്രായേലിൻ്റെ ഏതോ കമാൻഡറാണ് കൊല്ലപ്പെട്ടത്, ഇസ്രായേലിൻ്റെ പട്ടാള മേധാവിയാണ് കൊല്ലപ്പെട്ടത്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നാവികസേനാ മേധാവിയാണ് കൊല്ലപ്പെട്ടത്. അങ്ങനെ ആരുമല്ല. കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ ഒരു വലിയ പോരാളിയാണ്. ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് അമേരിക്കൻ ഗവൺമെൻറ് $5 മില്യൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത്രയും വിലപിടിപ്പുള്ള ഒരു തലയല്ല, ശരീരം അടക്കം ഒന്നും കിട്ടാതെ ചിന്നിച്ചെതറിപ്പോയത്. പക്ഷേ മീഡിയ വൺ ചാനൽ പറയുന്നത് എന്താണ്? ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ്. ഇനി ഹിസ്ബുള്ളയും ഹൂതികളും ഇറാനും ഹമാസും എല്ലാം കൂടി ചേർന്നിട്ട് ഇസ്രായേലിനെ ഭസ്മമാക്കിക്കളയും എന്നാണ്. ഈ ആക്രമണം കൊണ്ട് ദിവസം 100 കഴിഞ്ഞു. ഇതുവരെ സൗദി അറേബ്യ ചെറുവിരൽ അനക്കിയിട്ടില്ല, ഇറാഖ് അനക്കിയിട്ടില്ല, സിറിയ അനക്കിയിട്ടില്ല, ലെബനോൻ അനക്കിയിട്ടില്ല. ആ പരിസരത്തുള്ള അറബി രാജ്യങ്ങൾ ആരും തന്നെ സഹതപിക്കുക അല്ലാതെ യാതൊരു ആയുധ സഹായവും ഇതുവരെ ഹമാസിന് ചെയ്തിട്ടില്ല. ചിലർ സൗജന്യ റേഷൻ കൊടുത്തിട്ടുണ്ട്, അരി, ഗോതമ്പ്, അല്ലെങ്കിൽ പച്ചക്കറികൾ, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് യാതൊരു സഹായവും ഒരു സ്ഥലത്തു നിന്നും കിട്ടിയിട്ടില്ല. പാകിസ്ഥാനോ ബംഗ്ലാദേശോ പോലും ഹമാസിനെ സഹായിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടില്ല. തുർക്കിയിലെ ഉർദുഗാൻ വലിയ വായിൽ വർത്താനം പറയും, പക്ഷേ യാതൊന്നും ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. കാരണം അത്രയും ശക്തമാണ് ഇസ്രായേലിൻ്റെ സൈന്യം. അവരോട് ഏറ്റുമുട്ടിയാൽ ഇവരുടെ പൊടി പോലും കിട്ടുകയില്ല.
അതുകൊണ്ടാണ് ഹമാസിൻ്റെ ഉപമേധാവി കൊല്ലപ്പെട്ടപ്പോൾ. പക്ഷേ MC നാസർ പറയുന്നത് എന്താണ്? ഇതാ ഇസ്രായേലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ ആ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞാൻ ചിരിച്ചിരിച്ച് വശം കിട്ടു. കാരണം ഇവരുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇവരുടെ ഉപനേതാവ്, പ്രധാനപ്പെട്ട സൈനിക കമാൻഡർ അൽ ഖസാം ബ്രിഗേഡിൻ്റെ സ്ഥാപകൻ ചിന്നിച്ചതറി പോയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് ഇസ്രായേലിൻ്റെ പണി കഴിഞ്ഞു, ഇസ്രായേൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഇസ്രായേലിന് ഇനി അടുത്ത ആഴ്ച തൊട്ട് കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, ഇസ്രായേൽ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കീഴടങ്ങും, ഇതോടെ നെതന്യാഹു ഹരഹരോ ഹര എന്ന് പറഞ്ഞ് കാവടി എടുത്ത് പഴനിക്ക് പോകും എന്നാണ്. എന്തൊക്കെ തമാശകളാണ് ഇവരുടെ ഈ ചാനലിൽ വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അടുപ്പൂട്ടി ചർച്ചയെ കൂടി കണ്ടിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അടുപ്പൂട്ടി ചർച്ച വന്നപ്പോഴത്തേക്കും അതിൽ പങ്കെടുക്കുന്ന കമ്പനിയിലെ ഇല്ല ഇന്ന് മറ്റ് മെമ്പർമാർ പറയുന്നത് ഇത് സൈനികമായിട്ട് ഇസ്രായേലിനൊരു വലിയ വിജയം തന്നെയാണ്. കാരണം ഇവരെ എതിർക്കുന്ന ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷേ അപ്പോഴും ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രായേൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നില്ല? അതിൻ്റെ അർത്ഥം ഇസ്രായേലിന് ഇവരെ പേടിയാണെന്നുള്ളതാണ്. മാത്രമല്ല ദേശാന്തരീയ തലത്തിൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകും. UN രക്ഷാസമിതി കൂടിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഭസ്മമാക്കാൻ തീരുമാനിക്കും എന്നൊക്കെയാണ്. മാത്രമല്ല അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് നഷ്ടപ്പെട്ടു. ജോ ബൈഡൻ പണ്ട് പിന്തുണച്ചിരുന്ന രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നില്ല. ഇതൊക്കെ ഇവരുടെ വ്യാമോഹമാണ്. ഇവർ പിന്തുണ പിൻവലിച്ചു എന്ന് പറയുമ്പോഴും അമേരിക്ക കൂടുതൽ സാമ്പത്തിക സഹായവും സൈനിക സഹായവും ഇസ്രായേലിന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന് ഒരു കാരണവശാലും അമേരിക്ക തള്ളിപ്പറയുകയില്ല. അമേരിക്ക തള്ളിപ്പറഞ്ഞാൽ പിന്നെ അമേരിക്കയില്ല. അമേരിക്കയുടെ 52ാമത്തെ സംസ്ഥാനമാണ്, 51ാമത്തെ സംസ്ഥാനമാണ് ഇസ്രായേൽ. ഇവിടുത്തെ ഇസ്രായേലിനേക്കാൾ ശക്തമാണ് അമേരിക്കയിലെ യഹൂദ ലോബി. അവരുടെ വിരൽ അനങ്ങുന്നതനുസരിച്ചിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആര് തന്നെയായാലും, ബൈഡനായാലും ട്രംപായാലും പ്രവർത്തിക്കുന്നത്. അതിപ്പോൾ ഒബാമ ഇരുന്നപ്പോൾ പോലും അതിന് വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആവർത്തിച്ച് പറഞ്ഞു ഇതാ ഇസ്രായേലിൻ്റെ പണി കഴിഞ്ഞു, ഇനി തിരിച്ചടി ഭയങ്കരമായിരിക്കും. എന്ത് തിരിച്ചടി? ഒരു തിരിച്ചടിയില്ല, ഒരു പിണ്ണാക്കവും ഇല്ല. മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഓരോ കോപ്രായങ്ങൾ കാണിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറ്റവും അധികം അസത്യപ്രചാരണം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ദേശാഭിമാനി പോലുമല്ല, കൈരളി ചാനലുമല്ല, അത് ഈ മീഡിയ 1 എന്ന് പേരിട്ട മൗദൂദി ചാനലാണ്. ഇത് കാണുന്ന കുറേ മന്ദബുദ്ധികൾ, കുറേ വിവരദോഷികൾ ഈ നാട്ടിലുണ്ടെന്നുള്ളതാണ് ഇവരുടെ ധൈര്യം. അതുകൊണ്ട് ഈ പ്രചരണം ഇനിയും തുടരുക. അടുത്ത ആഴ്ച ഇസ്രായേൽ കീഴടങ്ങും. ബെഞ്ചമിൻ നെതന്യാഹു കാവടി എടുത്ത് പഴനിക്ക് പോകും. പിന്നെ അൽ ഖസാം ബ്രിഗേഡ് ലോകം ഭരിക്കും. 2047 പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ കീഴടക്കും. അപ്പോൾ ഇനി കാണുമ്പോൾ കാണാം. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.